നമ്മൾ പലരുടെയും ഡൗട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് വായിക്കേണ്ടത്. മാത്തമാറ്റിക്സ് ഓക്കെ, നമുക്കതിനകത്ത് പ്രോബ്ലംസ് ആണ്, അതങ്ങ് ചെയ്തു പോയാൽ മതിയാകും. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൊക്കെ വരുമ്പോൾ ഇത് മൊത്തം വായിക്കണോ, എങ്ങനെയാണ് ഇത് വായിച്ചിട്ട് ബാക്കി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊക്കെ ഉള്ളത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന സ്ഥിരം ഡൗട്ട്സ് ആണ്. അപ്പം ഞാൻ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ബയോളജിയിലാണ്. ബയോളജി NCERT ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ വായിക്കണം. ഞാൻ ചുമ്മാ വായിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതിനേക്കാളും ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ബയോളജി ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് ബയോളജി ടെക്സ്റ്റ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കും അത് തന്നെയാണ്, ടെക്സ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങളുടെ കയ്യിൽ ഏത് നോട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. അത് വായിച്ചിട്ട് ഫർദർ നിങ്ങൾ എന്ത് വേണോ റെഫർ ചെയ്തോളൂ, നോ ഇഷ്യൂസ്. പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകരുത്. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് കുറച്ച് ബോറിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് മാറ്റാൻ ചെറിയ ചെറിയ എന്താ പറയുക ടിപ്സ് ഉണ്ട്. അതായത് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ റീഡ് ചെയ്ത് പോകാതെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വായിക്കുക. വായിച്ചതിന് ശേഷം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില പോയിന്റ്സ് നമുക്ക് കിട്ടും. ചില വേർഡ്സ് ആകാം, ചില ഡെഫിനിഷൻസ് ആകാം. അതൊക്കെ അവിടെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചിലർക്ക് അണ്ടർലൈൻ ചെയ്യുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല, ടെക്സ്റ്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവരെ ചെയ്യണമെന്നില്ല. പക്ഷെ എനിക്കതൊരു പ്രോബ്ലമേ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ റെഡൊക്കെ കൊണ്ട് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുമായിരുന്നു. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്, വേർഡ്സ്, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടാത്ത എക്സാമ്പിൾസ്, അതൊക്കെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യും. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിൽ നോട്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. അതായത് അതിൻ്റെ സൈഡിലായിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് സൈഡിലൊന്ന് എഴുതി വെക്കും, അല്ലെങ്കിൽ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെക്കും. ചില വേർഡ്സ് മനസ്സിലായില്ലെങ്കിൽ ആ വേർഡ്സിൻ്റെ മീനിങ് അവിടെ മലയാളത്തിലൊക്കെ എഴുതി വെക്കും. സോ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നൊരു കാര്യം. അത് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബയോളജിയിലാവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ചില കാര്യങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻസും അതിന് എക്സാമ്പിൾസും ഒക്കെ ടെക്സ്റ്റ് തന്നെ തന്നിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ മസിൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് മസിൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ അങ്ങ് ഡീറ്റെയിൽ താഴേക്ക് പറഞ്ഞു പോവുക ചെയ്യുന്നത്. നമ്മൾ അതിനെന്ത് ചെയ്യുക, മസിൽസ് 3 ടൈപ്പ് ഉണ്ട്. സോ മസിൽസിന് ഇങ്ങനെ 3 ക്ലാസിഫൈ ചെയ്ത് 3 ടൈപ്സ് ഉണ്ടെന്നും ജസ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ് ഔട്ട് ചെയ്യുക, ഒരു പോയിന്റിൽ നിർത്തുക. എന്നിട്ട് എക്സാമ്പിളൂടെ അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ മേജർ പോയിന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് ആക്കാൻ തികയാൻ പറ്റാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുക. സോ ഇങ്ങനെ ബയോളജി നമ്മൾ റീഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ളൊരു ഇൻപുട്ട് കൂടി കൊടുത്തു പോയി കഴിഞ്ഞാൽ വായന നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മാറുകയും ചെയ്യും. ഒപ്പം നമുക്കൊരു ഷോർട്ട് നോട്ട്, നമ്മുടേതായിട്ടുള്ളൊരു ഷോർട്ട് നോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അത് നമ്മുടെ എക്സാമിനേഷന് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും. സോ ഇങ്ങനെയാണ് ബയോളജി NCERT ഞാൻ വായിച്ചതും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇങ്ങനെയായിരിക്കണം നിങ്ങളും NCERT വായിക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് അതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. മക്കളെ, 12th എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം നമ്മുടെ അടുത്ത ഫ്യൂച്ചർ നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത് ഈ 12th മാർക്സ് ആണ്. അപ്പോൾ 12th എങ്ങനെ പഠിക്കണം, ഏത് സ്ട്രാറ്റജിയിലൂടെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടത് ആസ് എ ടീച്ചർ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അത് ക്ലിയർ ചെയ്യാനായിട്ട് സൈലം ടീം വരുന്നുണ്ട് ഒരു വെബിനാറുമായിട്ട്. ഈ വരുന്ന 23-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് വെബിനാർ. അപ്പോൾ ഈ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വെബിനാറിലേക്ക് വന്നോളൂ. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. 12th നമുക്ക് സെറ്റ് ആക്കാം.